വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് 3 വീഡിയോകൾ കമ്പനി ക്രിയേഷനും കൺസോൾട്ടേറ്റഡ് കമ്പനി ഡീറ്റെയിൽസും ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊരു വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ടാലി, അതായത് ടാലിയുടെ ഗേറ്റ് വേയിൽ എടുത്തു വന്നു കഴിഞ്ഞാലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. അതായത് ഇപ്പോൾ ടാലി പ്രൈമിന്റെ 5.0 വരെയുള്ള അപ്ഡേഷനിലായി ERP ആയിട്ട് നല്ല രീതിയിൽ അതിനകത്ത് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും ERP പോകുന്ന ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. കാര്യം മുമ്പോട്ട് പോകും തോറും ഇതിനകത്ത് അപ്ഡേഷനും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളും മാറുക. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പെട്ടെന്ന് ഇതിന് കുറേ നാളും കൂടെ കഴിഞ്ഞ് മാറാൻ വന്നിരുന്നിട്ട് കുറേ നാളും കൂടെ കഴിഞ്ഞ് വന്ന് കയറുമ്പോഴത്തേന് പെട്ടെന്നൊരു ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അപ്ഡേഷൻ നടക്കുന്നു, അതനുസരിച്ച് വർഷങ്ങൾ കഴിയും തോറും ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ റേറ്റും കാര്യങ്ങളും കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കൂടുതൽ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ ഇത് എവിടെയൊക്കെയാണ് പോയി കിടക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനൊക്കെ സമയം കൂടുതൽ വേണ്ടി വരും. അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ പ്രയോജനങ്ങളും വർക്ക് ലോഡ് കുറയ്ക്കാനും റിപ്പോർട്ടുകൾ എടുക്കുന്നതിൽ കാലതാമസം എല്ലാം നമുക്ക് ഒഴിവാക്കാനൊക്കെ സാധിക്കും. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന ERP ആയിട്ട് വന്നതിനകത്ത് കോമൺ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, ജനറൽ ആയിട്ടുള്ള കുറെ മാറ്റങ്ങൾ, അതിനകത്ത് നല്ല കുറെ ഫീച്ചേഴ്സുകൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ്. അതിലിപ്പം ടാലി പ്രൈമിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഈ കിടക്കുന്നത്. ഇതിനകത്ത് നോക്കിയാൽ തന്നെ അറിയാം ERP ആയിട്ട് നല്ലൊരു വ്യത്യാസം ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട്. അതിനകത്ത് ERPക്കകത്ത് എംബ്ലം താഴെ ടാലി ERP എന്ന് കിടന്നിരുന്ന സ്ഥലത്ത് ഇപ്പം മുകളിലായിട്ട് ടാലി പ്രൈം സിൽവർ എന്നുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട്. അതുപോലെ കളറിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ക്രീനിനകത്തൊക്കെ ഇച്ചിരി നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് പറഞ്ഞാൽ മുകളിലോട്ട് വന്നിരിക്കുന്ന ഓരോ മെനു സെപ്പറേറ്റ് പറയാം. ആദ്യമേ കമ്പനി എന്നുള്ളതിനകത്ത് കമ്പനി ക്രിയേഷൻ, ഓൾട്ടർ, ചേഞ്ച് കമ്പനി, സെലക്ട് കമ്പനി കാര്യങ്ങളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ പാസ്വേഡ് സെറ്റിംഗ്സ് കാര്യങ്ങൾ, ഫീച്ചേഴ്സ്, അതുപോലെ നമ്മുടെ F11 എന്നുള്ള ഫീച്ചേഴ്സ് എന്നുള്ളത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. F11 അടിക്കാതെ കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് കമ്പനിക്കകത്ത് കയറി F11 സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓൺലൈൻ ആക്സസ് കാര്യങ്ങളുടെ സെറ്റിംഗ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഡേറ്റ എന്നുള്ളതിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ബാക്കപ്പ്, റീസ്റ്റോർ, സ്പ്ലിറ്റ്, കമ്പനി ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഓഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്പ്ലിറ്റ് ചെയ്യുന്നതിനും ഉള്ള ഓപ്ഷനുകളും, ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകളും, കൂടാതെ റിപ്പയർ ചെയ്യാനും മൈഗ്രേഷൻ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്ഡേഷൻ വന്നു കഴിയുമ്പോഴത്തേനും അതനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരും. അങ്ങനെ അത് മൈഗ്രേറ്റ് ചെയ്ത് പുതിയതിനകത്ത് മാറുന്നതിൻ്റെയും, അതുപോലെ ഡേറ്റ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പാത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാനുള്ള, നമുക്ക് ഏത് ഫയലിലേക്കാണ് പാത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിനുള്ള പാത്ത് ഡിഫൈൻ ചെയ്ത ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം വന്നിരിക്കുന്ന ഒരു മെനു ആണ് എക്സ്ചേഞ്ച് മെനു. ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. GST ലോഗിൻ, ലോഗൗട്ട്, ഇ-വേ ബില്ല്, അപ്ലോഡ് GSTR റിട്ടേൺ, ഡൗൺലോഡ് GSTR റിട്ടേൺ, GST സ്റ്റാറ്റസ് റിഫ്രഷ് ചെയ്യുന്ന, ഫയൽ GSTR 1, അതുപോലെ ഡാറ്റ സിൻക്രണൈസേഷൻ, GST കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത് കൂടാതെ QR കോഡിന്റെ സെറ്റിംഗ്സ് വരേണ്ടതാണ്. ഇപ്പോൾ ഇതിനകത്ത് ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് വരാത്തത്. ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതും വരും. അതായത് നമ്മുടെ സെയിൽസ് ഇൻവോയ്സുകളിലെ QR കോഡ് അപ്ഡേറ്റ് ചെയ്യാവുന്ന ഓപ്ഷനിലേക്ക് F11 ഫീച്ചേഴ്സിനകത്ത് QR കോഡ് ഇവിടെ ആക്റ്റീവ് ആക്കി കഴിയുമ്പോഴത്തേനും ആ ഓപ്ഷൻ കൂടെ എനേബിൾ ആയിട്ട് വരും. കാണാം F11 പേയ്മെന്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് അതിനകത്ത് QR കോഡ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ UPI ID ഉണ്ടല്ലോ, അത് കൊടുത്തു കഴിയുമ്പോഴത്തേന് ബില്ലിലോട്ട് അത് കയറി വരുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എക്സ്ചേഞ്ചിനകത്ത് വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ, ഇതിനകത്ത് ഇപ്പം മെയിനായിട്ട് വന്നിരിക്കുന്ന ഈ ലോഗിൻ ലോഗൗട്ട് എന്ന് പറഞ്ഞാൽ GSTയുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അടിക്കുന്ന യൂസർ ID, ഒപ്പം DSC ആണോ EBS ആണോ നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ അതും കൂടെ, ആ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ GSTയുടെ ടാലിയുടെ ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ GST പോർട്ടലിലേക്ക് നമുക്ക് GSTR 1 ഫയൽ ചെയ്യുന്നതിനും, ആ സൈറ്റ് GSTയുടെ പോർട്ടലിൽ നിന്ന് GST റിട്ടേൺസ് അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകൾ നമുക്ക് ഉണ്ട്. അതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഗോ ടു മെനു എന്ന് പറയുന്നത്. ഗോ ടു മെനു Alt G അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗോ ടു മെനു എന്ന് പറയും. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇത് എടുക്കാണ്ടി വന്നു. അതായത് നമ്മളൊരു 10, 25, 30 ഐറ്റമുള്ള ബില്ലുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഐറ്റത്തിന്റെ ബില്ല് എടുക്കണം, അല്ലെങ്കിൽ ലെഡ്ജറിന്റെ പ്രിന്റ് എടുക്കണം, അല്ലെങ്കിൽ ഒരു
ഒരു പാർട്ടിയുടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മുതലാളി പറഞ്ഞിട്ട് റിപ്പോർട്ട് അയച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം എവിടെ നിൽക്കുന്നവിടെ തൽക്കാലം ഒന്നെങ്കിൽ സേവ് ചെയ്യും, അല്ലെങ്കിൽ മൊത്തത്തിൽ എസ്കേപ്പ് അടിച്ച് ഇറങ്ങി വന്നിട്ട് നേരെ ഗേറ്റ് വേ ഓഫ് ടാലിയുടെ ഈ സ്ക്രീനിലോട്ട് വന്നിട്ട് ഇവിടുന്ന് ഏതാണ് എടുക്കേണ്ടത് അതിലോട്ട് പോയി അവിടുന്ന് പ്രിന്റ് എടുക്കാനാണ് പ്രിന്റ് എടുത്ത്, അല്ലെങ്കിൽ മെയിൽ അയക്കണം മെയിൽ അടിച്ച് തിരിച്ച് ഈ സ്ക്രീനെ വന്ന് ഇവിടുന്ന് പിന്നെയും നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത് എവിടെയാണോ അങ്ങോട്ട് പോകേണ്ട സ്ഥിതിയിലായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ആവശ്യമില്ല. അതിന് പകരം നമ്മളിപ്പോൾ ഒരു ബില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വൗച്ചർ ഇപ്പോൾ പേയ്മെന്റ് ഇവിടെ എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഓൾട്ട് ജി അല്ലെങ്കിൽ മോഡ് ഗോ ടു മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷനിലേക്ക് പോകും. ഇവിടെ പോയി ക്രിയേറ്റ് ചെയ്യാൻ അയക്കാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ എവിടെ നിന്നോ ആ സ്ഥലത്തോട്ട് കറക്റ്റായിട്ട് വരും. നമുക്ക് സേവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിൽക്കുന്ന നൽകുക. എന്നിട്ട് ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് ഇറങ്ങി ഗേറ്റ് വേ ഓഫ് ടാലിയുടെ ഈ സ്ക്രീനിലോട്ട് വന്നതിന് ശേഷം അടുത്ത ചെയ്യാനുള്ള കാര്യത്തിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ച് വീണ്ടും ഈ സ്ക്രീനിൽ വന്ന് ഇവിടുന്ന് പിന്നെ നമ്മൾ ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഈ കാലതാമസം ഇതിനകത്ത് ഗോ ടു മെനു വഴി നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഇമ്പോർട്ട് ഫയലുകൾ, മാസ്റ്റേഴ്സുകൾ ഇമ്പോർട്ട്, അതിനെക്കുറിച്ചൊക്കെ ERP യിലുള്ളതൊക്കെ തന്നെയാണ്. ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതുപോലെ എക്സ്പോർട്ട്, ഇതിനകത്താണ് എക്സ്പോർട്ടിനകത്ത് GST റിട്ടേൺസിനകത്താണ് JSON ഫയൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് GST ഫയൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതെ മാറിയിട്ടുണ്ട്. അതുപോലെ പ്രിന്റിനകത്ത് അതേഴ്സ് എന്നും കറണ്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രിന്റാണ് വേണ്ടെങ്കിൽ കറണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. വേറെ ഏതെങ്കിലും ആണെങ്കിൽ അതേഴ്സ് കൊടുത്തിട്ട് ഏതാണെന്ന് വെച്ചാൽ പർട്ടിക്കുലർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് അവിടെ പോയിരുന്നുകൊണ്ട് പ്രിന്റ് കൊടുത്തിട്ട് തിരിച്ചു വരാൻ സാധിക്കും. അങ്ങനെയാണ്. പിന്നെ അടുത്തത് ഹെൽപ്പ് മെനു. ഈ ഹെൽപ്പ് മെനുവിനകത്താണ് നമ്മുടെ ERPക്കകത്ത് ലൈസൻസിന്റെ നമ്പറും കാര്യങ്ങളും അതിന്റെ എക്സ്പയറി ഡേറ്റ് അതിന്റെ വേർഷൻ കാര്യങ്ങളെല്ലാം കാണിച്ചിരുന്ന താഴെ ഏറ്റവും താഴെ സെൻട്രലൊക്കെ ആയിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ഇപ്പൊ ഈ ടാലി ഹെൽപ്പ് എന്ന് പറഞ്ഞ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് അപ്ഗ്രേഡ്, സെറ്റിംഗ്സ്, TDL കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഹെൽപ്പ് എന്നുള്ള മെനുവിനകത്തോട്ട് എല്ലാം ഒതുക്കി സ്ക്രീനും ഇച്ചിരി കൂടെ അത് കാരണം വലുപ്പം കൂടുതൽ കിട്ടിയ പോലെയായി. അതുപോലെ പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതാണ്, നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും, ഒരു ബെൽ ഐക്കൺ എന്നുള്ള ഓപ്ഷൻ. ഒരു ബെൽ ഐക്കണിന്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് നോട്ടിഫിക്കേഷൻ GST നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളൊരു ടാലിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ വല്ല വന്നതോ അല്ലെങ്കിൽ പുതുക്കാനുണ്ടെങ്കിലോ അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഈ ഒരു ബെല്ലൈക്കനകത്ത് ഇനി വരുള്ളൂ, വേറെ ഒന്നും വരത്തില്ല. അത് ഇതിനകത്ത് തന്നെ വന്ന് കിടക്കും. അന്നേരം അവിടെ ഒരു ഡോട്ട് പോലെ നമ്മുടെ വാട്സപ്പിലൊക്കെ ഈ മെസ്സേജ് വന്നു കഴിയുമ്പോൾ 1 2 3 എന്ന് കാണിക്കുന്നെന്ന് പറഞ്ഞ പോലെ അവിടെ കൗണ്ട് കാണിക്കത്തില്ല, അവിടെ ഡോട്ട് പോലെ കാണിച്ച് നമുക്ക് ഇത് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ മെയിനായിട്ട് വന്നിരിക്കുന്ന താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ERPക്കകത്ത് അക്കൗണ്ടിങ് ഇൻഫോ, ഇൻവെന്ററി ഇൻഫോ എന്ന് പറഞ്ഞ 2 ഇത് വന്നിട്ട് അതിനകത്ത് കയറിയിട്ടാണ് ലെഡ്ജർ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇപ്പം അത് മാറി മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ വന്നു. മാസ്റ്റർ എന്നുള്ള ഓപ്ഷനകത്ത് തന്നെ ക്രിയേഷൻ എല്ലാം കൂടെ ഒറ്റ ഇതാണ്. അതിനകത്ത് തന്നെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ്, അതായത് അക്കൗണ്ട് മാസ്റ്റർ, ഇൻവെന്ററി മാസ്റ്റർ, സ്റ്റാറ്ററി ഡീറ്റെയിൽസ് എന്നെല്ലാം ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് സെപ്പറേറ്റ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട് എന്നുള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ലെഡ്ജർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജറിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. മാത്രമല്ല റൈറ്റ് സൈഡിലായിട്ട് മൾട്ടി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മൾട്ടി മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ERPയിൽ ഉണ്ടായിരുന്ന പോലെ മൾട്ടി ആയിട്ട് കൂടുതൽ ലെഡ്ജറുകൾ ഒരുമിച്ച് ഒരേ സമയം ക്രിയേറ്റ് ചെയ്ത് ഓപ്പണിംഗ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അതിൻ്റെ ചെറിയ ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ബാങ്കിങ് ഡീറ്റെയിൽസ് അറിയാം, ERPക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെക്ക് പ്രിന്റിങ്ങിൻ്റെ അതും കൂടെ ഇച്ചിരി കൂടെ അഡ്വാൻസ് ആയിട്ടുണ്ട്. നമ്മുടെ ഇരിക്കുന്ന ചെക്ക് ബുക്ക് ഏത് ഫോർമാറ്റാണോ, ഇപ്പം ഒരു ബാങ്കിന് തന്നെ പല ഫോർമാറ്റിലുണ്ട്. നമ്മുടെ ആ ഫോർമാറ്റ് ഒരു 4-5 ഫോർമാറ്റുകളുണ്ട്. ഇതിനകത്ത് ഫോർമാറ്റ് 1 2 3 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇരിക്കുന്ന ഫോർമാറ്റ് 3 ആണെങ്കിൽ ഫോർമാറ്റ് 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ബുക്ക് പ്രിന്റിങ്ങിന്റെ കോൺഫിഗറേഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് അതിനകത്ത് സെറ്റിംഗ്സ് വരും. നമ്മൾ ചെക്ക് ലീഫ് പ്രിന്ററെ വെച്ച് കൊടുത്തിട്ട് പ്രിന്റ് വിട്ട് കഴിഞ്ഞാൽ പേ എന്നുള്ളടത്ത് ഏത് പാർട്ടിയുടെ പേര് അവിടെ വരും. എമൗണ്ട് ലെറ്റേഴ്സിലും ഫിഗേഴ്സിലും വരും. ഡേറ്റ് പോലത്തെ കറക്റ്റായിട്ട് ഡേറ്റും കാര്യങ്ങളും എല്ലാം വരും. അങ്ങനെ പക്ക ചെക്ക് പ്രിന്റ്, കമ്പ്യൂട്ടറൈസ്ഡ് ചെക്ക് പ്രിന്റിങ് വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അതുപോലെ റീകൺസിലേഷൻ, നിലവിൽ ഇതിപ്പം സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് റീകൺസിൽ ചെയ്യാം. മുമ്പോട്ട് പോകുന്നതും ഓട്ടോമാറ്റിക്കലി റീകൺസിലേഷൻ നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വർക്ക് നടക്കുകയാണ്. അതുപോലെ പിന്നെ വന്നിരിക്കുന്ന ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡാണ് ഏറ്റവും ഗുണകരമായ മറ്റൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അത്
ERP-യിലൊന്നും ഇല്ല. പ്രൈമിൻ്റെ എനിക്ക് തോന്നുന്നു 3ക്ക് ശേഷമുള്ളതിനകത്താണെന്ന് തോന്നുന്നു. അതിന് ശേഷം വന്നതാണ് ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിനകത്ത് ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ കമ്പനിയുടെ ചെയർമാനോ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് കമ്പനിയുടെ പൊസിഷൻ ഇപ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഈ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്താൽ ഒന്നെങ്കിൽ ഓ എന്ന് പറഞ്ഞ ലെഫ്റ്റ് അടിക്കുക, അല്ലെങ്കിൽ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ തന്നെ സ്ക്രീനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒറ്റ സ്ക്രീനിൽ കാണാവുന്ന രീതിയിൽ സെയിൽസിൻ്റെ ട്രെൻഡ്, പർച്ചേസ് ട്രെൻഡ്, ക്യാഷിൻ്റെ ഇൻ ഔട്ട് ഫ്ലോയെ, റിസീവറിൻ്റെ പേയബിൾ സ്റ്റാറ്റസ്, അസറ്റ് ലയബിലിറ്റിയുടെ സ്റ്റാറ്റസ്, ട്രേഡിംഗ് ഡീറ്റെയിൽസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ഇൻവെൻട്രി ഡീറ്റെയിൽസ്, ടോപ്പായിട്ടുള്ള ലെഡ്ജറുകൾ ഏതായിട്ടാണ്, അതായത് ടോപ്പ് കസ്റ്റമേഴ്സ് ഏതാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്, അതുപോലെ അക്കൗണ്ടിങ് റേഷ്യോ, കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ സേവ് ചെയ്ത് കുറേ ഇതും കൂടെ ടൈലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിടാം. നമുക്ക് സെപ്പറേറ്റ് നമുക്കൊരു ക്രിയേഷൻ ചെയ്യണമെങ്കിൽ പുതിയൊരു ഡാഷ്ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ കളയണമെന്നുണ്ടെങ്കിൽ കളയാം. പിന്നെ ഈ സ്ക്രീനുകളുടെ ഏതെങ്കിലും വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് എക്സ്പാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ വലുതായിട്ട് നമുക്ക് കാണാനുള്ള ഓപ്ഷനിലേക്കുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിലൊരു റിപ്പോർട്ട് ഒറ്റ സ്ക്രീനിൽ ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും തന്നെ നമുക്ക് പകുതി റിപ്പോർട്ടുകൾ എടുക്കുന്നത് കുറയും. മുതലാളിമാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് റിപ്പോർട്ടുകൾ കാണാനും അത് അവലോകനം ചെയ്യാനൊക്കെ പെട്ടെന്ന് സാധിക്കും. നമുക്കതിൻ്റെ പുറകെ നടന്ന സമയം കളയേണ്ട കാര്യമില്ല. അങ്ങനെ കുറേ വന്നിട്ടുണ്ട്. അതുപോലെ സേവ് വ്യൂ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ റൈറ്റ് സൈഡിലായിട്ട് സേവ് വ്യൂ കൺട്രോൾ എല്ലാം അടിച്ച് സേവ് വ്യൂ എന്നുള്ള ഓപ്ഷൻ വരും. ഈ സേവ് വ്യൂ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി എടുക്കേണ്ട റിപ്പോർട്ടുകളുണ്ട്. സെക്കൻഡറി സെയിൽസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട്, അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ്. ഈ റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിപ്പോർട്ടുകൾ എടുത്തിട്ട് സേവ് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രീതി കാണണം ആ രീതിയിലെല്ലാം നമ്മൾ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സേവ് വ്യൂ കൊടുത്ത് നമുക്ക് അതിനെ സേവ് ചെയ്തൊരു മോഡലിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗോ ടു മെനു പോയിട്ട് അതെടുത്ത് നോക്കാൻ സാധിക്കും. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ കിടക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നു സെറ്റ് ചെയ്ത് കിടക്കുക. ഇതിനകത്ത് മാറ്റം ഉണ്ടാകില്ല. നമുക്ക് ആ ഒരു റിപ്പോർട്ട് അന്നേരം ഇപ്പോൾ ഒരു അക്കൗണ്ട്സ് മാനേജറായിട്ടിരിക്കുന്ന ആൾ വീക്കിലി റിപ്പോർട്ട് കൊടുക്കേണ്ട സമയം ശനിയാഴ്ച ദിവസം പുള്ളിക്ക് അസൗകര്യമായിട്ട് വരാൻ പറ്റിയില്ല. റിപ്പോർട്ട് എടുത്ത് കൊടുക്കാൻ ആർക്കും അറിയാമില്ല. അന്നേരം പുള്ളി ഫോണിൽ കൂടെ വിളിച്ച് ഗോ ടു മെനു കൊടുക്കുക, ഇന്ന ഫയൽ എടുത്ത് ഗോ ടു ഓൾട്ട് ജി അടിക്കുക, അല്ലെങ്കിൽ മുകളിൽ കിടക്കുന്ന ഗോ ടു മെനു ക്ലിക്ക് ചെയ്യാൻ പറയുക, ഇന്ന ഫയൽ നെയിം എടുക്കാൻ പറയുക, അതങ്ങോട്ട് എടുത്ത് സെൻഡ് ക്രെഡിറ്റേഴ്സിൻ്റെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ടായി. അത് പീരീഡ് മാത്രം വേണം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പീരീഡ് മാറ്റി കൊടുത്തുള്ള റിപ്പോർട്ട് നമുക്കാവും. ഇങ്ങനെ നമുക്ക് റിപ്പോർട്ടുകൾ എടുക്കുന്നത് സെറ്റ് ചെയ്തിടാൻ പറ്റും. സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്ര സമയം നമുക്ക് കുറവായില്ല. ഇപ്പം ഒരു എല്ലാ മാസവും ഞാൻ റിപ്പോർട്ടുകളാണ് ഡിസ്പ്ലേക്കകത്ത് പോകണം, ലെറ്റർ എടുക്കണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് എടുക്കണം, അതിനകത്ത് എടുക്കണം, എന്നിട്ട് സെറ്റ് ചെയ്യണം, അതിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെറ്റ് ചെയ്തിട്ട് ആ സ്ക്രീൻ നമുക്ക് സേവ് വ്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പീരീഡ് മാത്രം മാറ്റി കൊടുത്താൽ മതി. ആ റിപ്പോർട്ട് അതേപടി നമുക്ക് കാണാൻ സാധിക്കും. ആ ഉത്തരവാദിത്തപ്പെട്ട ആളെ സ്ഥലത്തില്ലേലും പെട്ടെന്ന് ആ റിപ്പോർട്ട് എടുത്തു കൊടുക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. പിന്നെ അതുപോലെ മറ്റൊരു ഇതാണ് സ്ട്രിപ്പ് വ്യൂ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡേ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ ഹൈലൈറ്റ് പോലെ ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സലിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്രമത്തിന് കണ്ട് ലൈൻ ചിലപ്പോൾ കയറി ഇറങ്ങിപ്പോകും. ചിലപ്പം ന്യൂസ് സപ്ലൈ എന്നുള്ള എമൗണ്ട് വരെ നമ്മൾ 85 എന്നുള്ളതായി 68 വരും, 68,400 വരെ 85 നോക്കുക. ചിലപ്പോൾ തെറ്റായിട്ട് സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഹൈലൈറ്റ് കാണുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഇത് അടുത്തടുത്ത് കിടക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടി F12-നകത്ത് എനേബിൾ സ്ട്രൈപ്പ് വ്യൂ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഒന്നടവിട്ട എൻട്രികൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് നമുക്ക് മാറിപ്പോകാതിരിക്കണം. കറക്റ്റായിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം ഒരു പ്രിന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് പ്രീവിയസ് ബാലൻസ് ആ ഒരു പാർട്ടിയുടെ, ഇപ്പം ഞാൻ സുപ്രീം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു ബില്ല് ലാസ്റ്റ് അടിച്ച ബില്ലാണ്. ആ ലാസ്റ്റ് അടിച്ച ബില്ല് എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ബാലൻസ് എന്ന് പറഞ്ഞ് 72,636 രൂപയുടെ കാണിക്കുന്നുണ്ട്. കറണ്ട് ബാലൻസ് ഇപ്പോഴത്തെ ബില്ലിൻ്റെ എടുത്തത് 76,322 രൂപ ആയിട്ടുണ്ട്. ഈ ബില്ല് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ താഴെ നോക്കുമ്പോൾ കറണ്ട് ബാലൻസ് എത്താവും.
അവരുടെ കണക്കനുസരിച്ച് ഇത്രയും വരുന്നില്ല, എന്തുകൊണ്ടാണെന്നുള്ളത് വിളിച്ചു തിരക്കി കൺഫേം ചെയ്യാനും കറക്റ്റ് ചെയ്യാനും സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ സെയിൽസിൽ പോകുന്നവർ മാൽ പ്രാക്ടീസും എല്ലാം നടത്തിയാലും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് അറിയാനും എല്ലാം സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രീവിയസ് ബാലൻസും കറണ്ട് ബാലൻസും കാണിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യു ആർ കോഡ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ക്യു ആർ കോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബില്ലിൻ്റെ താഴെയായിട്ട് ക്യു ആർ കോഡ് വരും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ അതിനകത്ത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. F11 എടുത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനേബിൾ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ക്യു ആർ കോഡ് എന്നുള്ളത് യാസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ചോദിക്കും. ഇവിടെ പാർട്ടിയുടെ പേരും അതിൻ്റെ ക്യു ആർ കോഡിൻ്റെ UPI ID ഒക്കെ അടിച്ചു കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യു ആർ കോഡ് സേവ് ചെയ്യാൻ ബില്ല് സേവ് ചെയ്യാൻ ചോദിക്കും. അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ബില്ലിൽ ക്യു ആർ കോഡ് വരും. ക്യു ആർ കോഡ് വന്നു കഴിഞ്ഞാൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ബില്ലിൻ്റെ എമൗണ്ട് അതിനകത്ത് കാണിക്കുക. അതനുസരിച്ച് പേയ്മെൻറ്റ് നമുക്ക് നടത്താൻ, കസ്റ്റമർക്ക് പേയ്മെൻറ്റ് നടത്താൻ അതിന് പ്രത്യേകിച്ച് ബാങ്കിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ക്യു ആർ കോഡ് കറക്റ്റായിട്ട് ഇതിലോട്ട് വന്നോളും. അങ്ങനെ കുറേ മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ ഒന്ന് റീകൺസിലേഷൻ, അതായത് GST റിട്ടേണിൻ്റെ റീകൺസിലേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ റീകൺസിൽ ചെയ്യാൻ പറ്റും. GSTR 1 GSTR 3B പിന്നെ ഡൗൺലോഡ് ചെയ്ത 2A 2B എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് റീകൺസിൽ ചെയ്യാൻ പറ്റും. ITC ക്രെഡിറ്റ് റിസ്കിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാര്യം നമ്മൾക്ക് മേടിച്ചപ്പോൾ 1000 രൂപയുടെ സാധനമാണെങ്കിൽ അവർ ഫയൽ ചെയ്തപ്പോൾ 800 രൂപയായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ക്രെഡിറ്റ് കിട്ടാതെ പോകും. അങ്ങനെയുള്ളതിനെ നമുക്ക് റീകൺസിൽ ചെയ്ത് കണ്ടുപിടിക്കുകയും ആ എമൗണ്ടുകൾ അവർക്ക് അവരുടെ അതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ്ങിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കാണിച്ചു വിടാനും സാധിക്കും. അങ്ങനെ അതിനുള്ള ഓപ്ഷനുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ലെഡ്ജർ ക്രിയേഷനകത്ത്, അതായത് GST നമ്പറുള്ള പാർട്ടികളുടെ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോർമൽ രീതിയിലുള്ള മാനുവലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേഷൻ എടുത്ത് ലെഡ്ജർ എടുത്ത് അതിനകത്ത് പാർട്ടിയുടെ പേരടിച്ചു കൊടുത്ത് അണ്ടർ ഏതാണ്, സൺഡ്രി ഡെറ്ററാണോ സൺഡ്രി ക്രെഡിറ്റാണോ അല്ലെങ്കിൽ ബാങ്കാണ് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് പിന്നെ മെയിലിംഗ് അഡ്രസ്സ്, നെയിം, പേര്, അഡ്രസ്സ്, കാര്യങ്ങൾ, സ്റ്റേറ്റ്, കൺട്രി കോഡ് ഇതെല്ലാം അടിച്ചു കൊടുത്ത് പിൻകോഡ് അടിച്ച് GST നമ്പറും കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യണം. ഇപ്പം അതിന് പകരം ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ എടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡ് താഴെയായിട്ട് ഫെച്ച് ഡീറ്റെയിൽസ് യൂസിങ് GSTIN എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ GST നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനിലേക്ക് വരും. GST നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു GST നമ്പർ ഏതാണ് ക്രിയേറ്റ് ചെയ്യാനുള്ള പാർട്ടിയുടെ GST നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ തന്നെ ആസ് പെർ പോർട്ടൽ, ആസ് പെർ ബുക്ക് എന്നും പറഞ്ഞ് ഇത് കാണിക്കും. അതിനകത്ത് ആസ് പെർ പോർട്ടൽ എന്ന് പറഞ്ഞാൽ GSTയുടെ സൈറ്റിൽ ആ GST നമ്പറിലുള്ള പാർട്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് അപ്രകാരം തന്നെ വരും. അത് തന്നെ സെയിം ആയിട്ട് ആസ് പെർ ബുക്ക് വരും. ഈ ആസ് പെർ ബുക്കിനകത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. മാത്രമല്ല ഈ പാർട്ടി നേരാവണ്ണം പോകുന്ന പാർട്ടിയാണോ, ഫയലിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇത് എന്ത് സ്ഥാപനമാണോ, അല്ലെങ്കിൽ ഇത് പാർട്ണർഷിപ്പ് ഫേമാണോ അതോ കമ്പനിയാണോ എന്നൊക്കെ അറിയാനും വേണ്ടി ഫയലിംഗ് ഹിസ്റ്ററി ഒരു 6 മാസത്തെ ഹിസ്റ്ററിയും കൂടെ നമുക്ക് ഇതിനകത്ത് ലഭ്യമാകും. ഈ ഇൻവോയ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ബിസിനസിൻ്റെ പാർട്ണർഷിപ്പാണോ പ്രൊപ്പറേറ്റർഷിപ്പാണോ എല്ലാം ഇവിടെ അറിയാൻ പറ്റും. അതിൻ്റെ ജൂറിഡിക്ഷൻ എവിടെയാണെന്ന് അറിയാൻ പറ്റും. രജിസ്റ്റർ ചെയ്ത ഡേറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. റീറ്റെയിൽ ബിസിനസ്സാണോ ഹോൾസെയിൽ ബിസിനസ്സാണോ ഹോൾസെയിൽ ബിസിനസ്സാണോ എന്നെല്ലാം അറിയാൻ പറ്റും. 6 മാസത്തെ റിട്ടേണിൻ്റെ ഡീറ്റെയിൽസ് ആകെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫയലിംഗ് ഡേറ്റ് ഒക്കെ പറക്കുക ഏകദേശം കറക്റ്റ് ഡേറ്റുകളിലാണ് ഫയലിംഗ് നടന്നിട്ടുള്ളത് എന്നെല്ലാം അറിയാൻ സാധിക്കും. ആ കസ്റ്റമർ ഉഴപ്പം കസ്റ്റമറാണോ നല്ല കസ്റ്റമറാണോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് കൺട്രോളായി അടിച്ചു കഴിഞ്ഞാൽ ലെഡ്ജറിലേക്ക് വരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്ത് അലിയാസ് കൊടുക്കണമെങ്കിൽ അലിയാസ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അണ്ടർ ഏതാണെന്നുള്ളത് സൺഡ്രി ഡെറ്ററാണോ സൺഡ്രി ക്രെഡിറ്റ് ആണോ എന്നുള്ളത്, ഇപ്പോൾ സൺഡ്രി ക്രെഡിറ്റ് ആണോ സൺഡ്രി ക്രെഡിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യാം. ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് ലെഡ്ജർ ക്രിയേഷൻ സിമ്പിളായിട്ട് ഒറ്റ GST നമ്പർ വെച്ച് മാത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ബൾക്കായിട്ട് കുറേ GST നമ്പറുള്ള പാർട്ടികളെ കയറ്റാനുണ്ടെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. ഡിസ്പ്ലേ സ്റ്റാർട്ട് വിത്ത് റിപ്പോർട്ട്സിനകത്ത് GST റിപ്പോർട്ട് എടുക്കുക. അതിനകത്ത് GST യൂട്ടിലിറ്റീസിനകത്ത് ക്രിയേറ്റ് പാർട്ടി യൂസിങ് GSTIN എടുക്കാം. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഗോ ടു മെനുവിലോട്ട് പോയിട്ട് ക്രിയേറ്റ് GST. 2 സെയിം ആണ്. 2 ഞങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഹൈഡ് ചെയ്തെടുക്കാൻ കാണാൻ സാധിക്കില്ല. 2 സെയിം ആണ്. ഈ 2 രീതിയിലുള്ള എന്തെങ്കിലും ഇത് എടുക്കുക. എടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ 1 എന്ന് പറയുന്ന നമ്പർ ഇട്ടിട്ട് GST നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്.
നമുക്ക് എത്ര പാർട്ടിയുടെ ജി എസ് ടി നമ്പർ പ്രകാരം കയറ്റാനുണ്ടോ അത്രയും പാർട്ടിയുടെ ജി എസ് ടി നമ്പർ 1 2 3 എന്ന് പറഞ്ഞാൽ താഴോട്ട് മാനുവലായിട്ട് വേണം അടിച്ചു കൊടുക്കാം. ഇനി അല്ല അതുപോലെ നമ്മുടെ എക്സൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം ഇമ്പോർട്ട് ജി എസ് ടി ഐ എൻ ഫ്രം എക്സൽ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് പാത്ത് നമ്മുടെ എക്സൽ ഫയൽ കിടക്കുന്ന പാത്ത് എവിടെയാണ്, ഇതിനകത്ത് തെറ്റായിട്ട് കിടക്കുന്നെങ്കിൽ നമ്മൾ എക്സൽ ഫയൽ കിടക്കുന്ന പാത്ത് എവിടെയാണ് അറിയാമെങ്കിൽ സ്പെസിഫിക് പാത്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഡിക്കകത്താണ്. ഡിക്കകത്ത് ന്യൂ മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ ഫയലാണ് കിടക്കുന്നത്. എന്നാൽ ഈ പാത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ അറിയാൻ മേലാത്തവർക്ക് ഈ ഫയൽ ഇത്രയും വന്നു കഴിയുമ്പോഴത്തേന് ഇതെവിടെ കിടക്കുന്നുള്ള ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇവിടെ വന്ന് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി അഡ്രസ് ഓഫ് ടെസ്റ്റ് എന്നുള്ളത് എടുക്കുക. എന്നിട്ട് ടാലിയിലേക്ക് വരിക. പാത്തിൻ്റെ അവിടെ സ്പെസിഫിക് പാത്ത് എന്നുള്ള സെലക്ട് ചെയ്യുക. അവിടെ കൺട്രോൾ ബി അടിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ കറക്റ്റ് പാത്ത് ഡിഫൈൻ ചെയ്ത് വരും. അത് കഴിയുമ്പോഴത്തേന് ആ പാത്തിനകത്തുള്ള ഫയലുകളുടെ പേരുകൾ താഴോട്ട് കാണിക്കുക. ഇതിനകത്ത് ഏത് ഫയലാണോ നമ്മുടെ ആ ഫയൽ സെലക്ട് ചെയ്തത്, അപ്പം മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് എന്നുള്ളതാണ് ഫയൽ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വർക്ക്ഷീറ്റ്, അതായത് നമ്മുടെ ഈ എക്സലിനകത്ത് ഏത് ഇപ്പോൾ ഷീറ്റ് 1 2 ഷീറ്റ് 2ൻ്റെ കോപ്പി ബ്രാക്കറ്റ് 2 എന്ന് പറഞ്ഞാൽ 3 ഷീറ്റ് ഇതിനകത്തുണ്ട്. നമ്മളിപ്പോൾ ഇത് കിടക്കുന്ന ഷീറ്റ് 2 ആണ്. അന്നേരം ഏത് ഷീറ്റിനകത്താണ് ഇത് കിടക്കുന്നത്, ഷീറ്റ് 2. അന്നേരം ഇവിടെ ഷീറ്റ് 2 എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേന് ഏത് കോളത്തിലാണ് ഇമ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ കിടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് എക്സൽ ഫയലിനകത്ത് ഈ ഡേറ്റ ഇമ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ എന്ന് പറഞ്ഞാൽ ജി എസ് നമ്പറുകളാണ്. ഈ ജി എസ് നമ്പറുകൾ കിടക്കുന്ന കോളം എയ്ക്കകത്താണ്. അന്നേരം ഇവിടെ കോളം എ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ജി എസ് നമ്പർ എല്ലാം ആ എക്സൽ ഫയലിനകത്തുള്ള ജി എസ് നമ്പർ എല്ലാം ഇവിടെ കാണിക്കും. ഇത് കൂടാതെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് വന്നിട്ട് നമുക്ക് അടുത്ത് ഏതെന്ന് പറഞ്ഞ് ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അടിച്ച് എൻ്റർ അടിച്ച് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഫുൾ ലിസ്റ്റ് കാണിക്കും. ഫുൾ ലിസ്റ്റ് കാണിച്ചതിനകത്ത് ഇതിനകത്ത് സൺഡ്രി ഡെറ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ അണ്ടർ എന്നുള്ള സൺഡ്രി ഡെറ്റർ ആക്കാം. ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വന്നിട്ട് നേരത്തെ ഈ ഐറ്റത്താണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ആ പാർട്ടിക്ക് ഞാൻ പേര് മാറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ ഞാൻ കൊടുത്തു സൺഡ്രി ഡെറ്റർ എന്നുള്ളത് വേണം. സൺഡ്രി ക്രെഡിറ്റർ ആക്കണം, സൺഡ്രി ക്രെഡിറ്റർ ആക്കാം. ഡെറ്റർ ആണെങ്കിൽ ഡെറ്റർ ആക്കാം. അത് മാറ്റി കൊടുക്കാം. അതുപോലെ സ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കാം. ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. താഴത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റെപ്യൂട്ടേഷനാണ്. അതുകൊണ്ട് അതും പേര് മാറ്റി കൊടുത്തു. പേര് മാറ്റി കൊടുക്കണമെന്നില്ല, പേര് നമ്മൾ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഓൾറെഡി ഉള്ളതാണ്, അത് എടുക്കേണ്ട കാര്യമില്ല, അത് കളഞ്ഞാൽ മതി. എന്നിട്ട് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യുക. അത് കിടപ്പുണ്ട്. അതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഇതിന് പേര് ചേഞ്ച് കൊടുക്കാം. അണ്ടർ സൺഡ്രി ഡെറ്ററാണ് സൺഡ്രി ക്രെഡിറ്റർ എന്നുള്ള കൊടുക്കുക. കൺട്രോൾ അടിക്കുക, സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നോക്കാം. സൺഡ്രി ഡെറ്റർ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ചാർട്ട് ഓഫ് ലീവ്സിനകത്ത് ലെഡ്ജർ എടുക്കുക. ലെഡ്ജറിനകത്ത് സൺഡ്രി ഡെറ്റേഴ്സിനകത്ത് വേണ്ട ഇവിടെ എല്ലാം ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് എടുത്ത് നോക്കണമെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽസ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഇങ്ങനെ ലെഡ്ജറുകളും ജി എസ് നമ്പർ വെച്ച് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ കുറേ അപ്ഡേഷനുകൾ വാലി പ്രൈമിലേക്ക് വന്നിരിക്കുന്നു, ഇനിയും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പോഴും അപ്ഡേറ്റ് ആകാത്തവരുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആകുക. നമുക്ക് വർക്കിന് കൂടുതൽ ഗുണകരമാകത്തേ ഉള്ളൂ. നമ്മുടെ വർക്കുകൾ ഈസി ആക്കുന്നതിനും റിപ്പോർട്ടുകൾ എടുക്കുന്ന എളുപ്പത്തിനും ഒക്കെ ആയിട്ട് അത് സാധിക്കും. അതുകൊണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട, പഴയത് മതിയെന്നും പറഞ്ഞ് പോവുകയാണെങ്കിൽ അങ്ങനെ പോകുന്നവർക്ക് പോകാൻ കുഴപ്പമില്ല. പക്ഷേ ഭാവിയിൽ ഞങ്ങൾക്കത് മാറേണ്ടി വരും. കാര്യം സോഫ്റ്റ്വെയറുകളും പ്രോഗ്രാമുകളും അപ്ഡേറ്റ് അനുസരിച്ച് കാര്യങ്ങളും മൊബൈലുകൾ മാറി വന്ന പഴയ നോക്കിയ 1100 ഇപ്പോൾ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ നോക്കിയ 1100 നിന്ന് ഇപ്പോഴത്തെ രീതിയിലേക്ക് വന്നിട്ട് ഇനി പഴയതിലേക്ക് പോകാനൊക്കെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല എന്ന് പറഞ്ഞാൽ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് വാട്സപ്പ് വർക്ക് ചെയ്യത്തില്ല എന്ന് പറയുന്ന പോലെ കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ ടാലി ERP ഓപ്പറേഷൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുള്ള സ്ഥിതി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അന്നേരം തന്നെ ഞങ്ങൾക്ക് മാറേണ്ടി വരും. അന്നേരം മാറേണ്ടി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. കാര്യം അതുവരെയുള്ള അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെ നോക്കേണ്ടി വരും. അങ്ങനെ ധാരാളം അപ്ഡേഷനുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്.
പ്രത്യേകിച്ച് ഇപ്പോൾ ERP ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പുതുതായിട്ട് വന്ന അപ്ഡേഷനുകൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഉപയോഗിക്കുക. നിങ്ങൾക്കത് ഗുണകരമേ ആകത്തുള്ളൂ, ദോഷമായിട്ട് വരത്തില്ല. ഇത് കൂടാതെ എന്തെങ്കിലും അത്യാവശ്യം മറ്റ് റിപ്പോർട്ട് എന്തെങ്കിലും സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ സൊല്യൂഷൻ്റെ ബന്ധപ്പെട്ട ടാലിയുടെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. ഇത് കൂടാതെ GST ആയിട്ട് ബന്ധപ്പെട്ടും ലേറ്റസ്റ്റ് ഈ 5.0 വന്ന അപ്ഡേഷനുകളെ കുറിച്ചുള്ള ചെറിയ വീഡിയോകളുടെ ലിങ്കുകളും ഞാൻ ഈ വീഡിയോയുടെ കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണാനുണ്ടെങ്കിൽ അത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ.